കുട്ടികളെ നമസ്കാരം. കഴിഞ്ഞ ശ്ലോകത്തിൽ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റാലത്തെ ഗുണങ്ങൾ, അതായത് ആയുസ്, ഓർമ്മശക്തി, ഐശ്വര്യം തുടങ്ങിയവ ഒക്കെ വർദ്ധിക്കും. മാത്രമല്ല പുരുഷാർത്ഥം നേടാൻ അത് ഉപകാരപ്രദമാവും എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി കാലത്ത് നേരത്തെ ഉണരാതെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്ന് നോക്കാം. യാമദ്വയത്തിലധിയായ സുഷുപ്തി ചിത്തായാമത്തിനേറ്റമഹിതം കഫപൂരണത്താൽ ശ്രീമത്വവും ഗ്രഹണധാരണവേലയെങ്കൽ സാമർഥ്യവും കുറയും ഉത്കഫമേറി വന്നാൽ. യാമദ്വയത്തിൽ അതിയായ സുഷുപ്തി കഫപൂരണത്താൽ ചിത്തായാമത്തിന് അഹിതമാണ്. ഉത്കഫം ഏറി വന്നാൽ ശ്രീമത്വവും ഗ്രഹണധാരണ വേലയിങ്കൽ സാമർഥ്യവും കുറയും എന്നാണ് ഇതിൻ്റെ അന്വയം. ഇതിൽ സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര, ശ്രീമത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഗ്രഹണധാരണ വേല, ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കൽ, മനസ്സിലാക്കൽ, മറ്റുള്ളവർ പറയണത് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കൽ, അതാണ് ഗ്രഹണം. പിന്നെ ധാരണം, അതിനെ ധരിച്ചു വയ്ക്കുക, ഓർത്തു വയ്ക്കുക, ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പാകത്തിൽ ഓർത്തു വയ്ക്കലാണ് ധാരണ. അപ്പോൾ ഈ രണ്ട് പണിയിലും വേലയിലും സാമർഥ്യം കുറയും, കുശലത കുറയുന്നർത്ഥം. അതാണ് ഈ പ്രധാന വാക്കുകളുടെ അർത്ഥം. ഇനി യാമം എന്നുള്ള അർത്ഥം ഒന്ന് വിസ്തരിക്കാതെ മുഴുവനെ മനസ്സിലാവില്ല. ഇന്ന് ദിവസത്തിൽ 24 മണിക്കൂറും 1 മണിക്കൂറിൽ 60 മിനിറ്റും ആണല്ലോ. പണ്ടും അങ്ങനെയാണ്. പക്ഷേ അതിൽ വ്യത്യാസം എന്താ വെച്ചാൽ, പണ്ട് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആകെ 60 നാഴിക. അപ്പോൾ 60 നാഴിക ഇൻറ്റു 24 മിനിറ്റ് വീണ്ടും 1440 മിനിറ്റ് തന്നെയാവും. 24 മണിക്കൂർ തന്നെ, ഇന്നത്തെ പോലെ തന്നെ. പക്ഷെ അതിന് പേരുകൾക്ക് മാറ്റേണ്ടത് മാത്രം. നാഴിക എന്ന് പറയുന്നത് ഇപ്പോൾ ദൂരം ഉണ്ടല്ലോ, 1 മൈല് 5250 അടി, അത് നടക്കാൻ വേണ്ട സമയം ഏകദേശം 24 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ 60 നാഴിക. ഈ 60 നാഴികയെ 8 യാമം ആക്കി തിരിച്ചു. 8 യാമം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ യാമത്തിലും 7.5 നാഴിക വീതം ഉണ്ടാവും. ആണ് പണ്ട് 7:30 വെളുപ്പിന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. 7:30, അതായത് ഒരു യാമം മുമ്പ് എഴുന്നേൽക്കുക, സൂര്യോദയത്തിന് മുമ്പ് എന്നുള്ളത്. അപ്പം ഇതിൽ സാധാരണ എനിക്ക് പകല് 4 യാമം, രാത്രി 4 യാമം, അങ്ങനെയാണ് വരിക. പക്ഷേ സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടാവും. അതേപോലെ വൈകുന്നേരം സൂര്യാസ്തമനം കഴിഞ്ഞാലും കുറച്ച് നേരം നമുക്ക് വെളിച്ചം കിട്ടുന്നതാണ്. സൂര്യൻ്റെ റിഫ്രാക്ഷനും ഒക്കെ ആയിട്ടുള്ള പല സോഴ്സിൽ നിന്നും ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കർമ്മനിരതരാണ്, പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് പകലിന് 5 യാമം എന്നും രാത്രിക്ക് 3 യാമം. കാരണം ഈ അരയും 2 പുറത്തുനിന്നും കഴിച്ചപ്പോൾ 4 1 പോയ 3, ആ 3 യാമം, ത്രിയാമ എന്ന പേര് തന്നെയുണ്ട് രാത്രിക്ക്. അപ്പോൾ ഇതാണ് രാത്രി. ആ രാത്രിയിലുള്ളതാണ് ഈ യാമദ്വയം. രണ്ടാമത്തെ യാമം, അതിൽ അതിയായ സുഷുപ്തി, ഗംഭീരമായിട്ടുള്ള ഉറക്കം, ഗാഠനിദ്ര, അത്
പാടില്ല എന്നാണ്. കാരണം നേരത്തെ സമയത്തുള്ള ഒരു അര യാമം കിട്ടി, പിന്നെ ഒരു യാമം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ യാമം, അപ്പോഴേക്കും അരയും 3 3 6 7.5 മണിക്കൂറായി. അപ്പോൾ 7.5 മണിക്കൂർ ഉറങ്ങേണ്ട ആവശ്യമില്ല. 7.5 മണിക്കൂറിൽ രണ്ടാമത്തെ യാമത്തിൽ അതിയായിട്ടുള്ള വല്ലാതെ ഉറങ്ങരുത് എന്നുള്ളൂ. കാരണം ഗാഠനിദ്രയായ അപ്പോൾ അത് മറ്റേ 3-ാം യാമത്തിലേക്ക് കടക്കും. അപ്പം അത് പാടില്ല. 3-ാം യാമത്തിൽ ഉറങ്ങി കഴിഞ്ഞാൽ, 2-ാം യാമത്തിൻ്റെ അവസാനം 3-ാം യാമത്തിലും വല്ലാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ കഫം നിറയും ശരീരത്തിൽ. ഇതാണ് അതിൻ്റെ ദോഷം പറയണത്. അത് ആയുർവേദ ശാസ്ത്രപ്രകാരമാണ്. അങ്ങനെ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് അസുഖം വരും. എന്നതിന് പുറമെ ശ്രീമത്വവും ഐശ്വര്യം കുറയും. അത് മാത്രമല്ല, ഗ്രഹണധാരണവേലയെങ്കൽ സാമർഥ്യവും കുറയും. പറയുന്നത് കേൾക്കാനും കേട്ട് മനസ്സിലാക്കാനും പിന്നെ അത് ഓർമ്മ വയ്ക്കാനും ഒക്കെ അതിൻ്റെ സാമർഥ്യം ഇല്ലാതെയാവും. അതിൻ്റെ കുശലത കുറയുന്നർത്ഥം ഈ ഉൾക്കഫം വല്ലാതെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഉൾക്കഫം ഉണ്ടാവും കാലത്ത് കിടന്നുറങ്ങിയാൽ എന്നും ആദ്യം പറഞ്ഞു. പിന്നെ കഫം ഉണ്ടായാൽ ഇന്നതാണ് ദോഷം എന്നും പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ കാലത്ത് സൂര്യോദയത്തിന് മുമ്പുള്ള ആ സമയത്ത് കിടന്നുറങ്ങരുത്. എഴുന്നേറ്റ് ശൗചാദികൾ കഴിഞ്ഞ് കർമ്മനിരതരാവണം. നമ്മൾ ജോലിയിൽ ഓരോ പണികൾ ചെയ്യാൻ തുടങ്ങണം അർത്ഥം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, കാലത്ത് കിടങ്ങുന്ന ഉറങ്ങിയാൽ ശരീരത്തിലെ കഫം വർദ്ധിക്കും. അത് കാരണം മാനസിക വളർച്ചയ്ക്ക് വിഘാതം നേരിടും, ഓർമ്മക്കുറവ് വരും, ആരോഗ്യം കുറയും, ഐശ്വര്യം നശിക്കും. ഇത്രയും അപകടങ്ങളുണ്ട് എന്നാണ് കവി ഇതിൽ പറയുന്നത്. അപ്പോൾ കാലത്ത് നീട്ടാലത്തെ ഗുണങ്ങളും നീട്ടില്ലെങ്കിലത്തെ ദോഷങ്ങളും. ഗുണദോഷം. അപ്പോൾ ഗുണദോഷം ഏതൊരു വസ്തുവിൻ്റെയും ഗുണദോഷം ഒരാൾ വിവരിച്ച് തന്നാൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വഴിയാണ് അധികം നല്ലത് എന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് നമ്മുടെ വളരെ എളുപ്പമായിട്ട് പറ്റും. അപ്പോൾ കാലത്ത് നേരത്തെ നീക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. യാമദ്വയത്തിലധിയായ സുഷുപ്തി ചിത്തായാമത്തിനേറ്റമഹിതം കഫപൂരണത്താൽ ശ്രീമത്വവും ഗ്രഹണധാരണവേലയെങ്കൽ സാമർഥ്യവും കുറയും ഉൾക്കഫമേറി വന്നാൽ. കുട്ടികളെ, ആചാര്യന്മാർ പറഞ്ഞു തരുന്നത് എന്തായാലും ചെയ്യാൻ നമുക്ക് ഒട്ടും മടി കാട്ടേണ്ടതില്ല. കാരണം ആചാര്യനാരാ? ആചിനോദീഹി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യപി സ്വയമാചരതേ ചൈവ തസ്മാത് ആചാര്യ ഉച്യതേ. ശാസ്ത്രങ്ങളിലൊക്കെ തപ്പി അതിന്ന് നല്ല ആചാരങ്ങൾ ആചരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് സ്ഥാപിക്കുക. ഇതാണ് ആചാര്യം ചെയ്യുന്നത്. അതുമാത്രമല്ല, സ്വയമാചരതേ ചെയ്യുക. അവനവൻ്റെ മേലിൽ ആദ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ലതാണെന്ന് ഉറപ്പായാലാണ് മറ്റുള്ളവരോട് ചെയ്യാൻ പറയുള്ളൂ. അപ്പോൾ ഈ പഴയ ആചാര്യന്മാർ, ഇപ്പോൾ ഓർവങ്കരടക്കം കാലത്ത് എഴുന്നേൽക്കണം, നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ അവർ എഴുന്നേറ്റിരുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് അവരൊക്കെ ഗുണമുണ്ടായി എന്ന് ഉറപ്പിക്കാം. അപ്പോൾ അവർ പറയുന്നത് ചെയ്യാൻ നമുക്ക് യാതൊരു മടിയും കാട്ടേണ്ടതില്ല. നമുക്കും നേരത്തെ എഴുന്നേൽക്കാം എന്ന് ഉറപ്പിക്കാം. അടുത്ത ശ്ലോകം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.